എൻ്റെ വോട്ട് ഞാൻ ചെയ്തു. പക്ഷെ ഇത് എൻ്റെ വോട്ട് മാത്രം ഉണ്ടാകുക എന്നാണ് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത് റിസൾട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അറിയില്ല. ഈ സ്ഥാനാർത്ഥിനെ കണ്ടിട്ട് പോലില്ല, എവിടെ എല്ലാ ആളാണെന്നോ ഒന്നും അറിയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നു, ഒരു പോസ്റ്റർ കണ്ടു, ആ സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടില്ല. ഇതുവരെ ഒരു വീട്ടിൽ പോലും ആ സ്ഥാനാർത്ഥി കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് അയാളുടെ പിന്നാലെ വർക്ക് ചെയ്യാൻ നമ്മൾ ഇറങ്ങില്ല. അപ്പോൾ നമ്മളെ പ്രതിഷേധത്തിന് 2ാം വാർഡിൽ നമ്മൾ സുഹൃത്താണ് കിട്ടുന്നത്, അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ വോട്ട് ചെയ്യാൻ പിന്നെ വന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്യാനൊരു മടിയുണ്ട്. അത് കാരണം നമ്മൾ ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് കൊടുക്കില്ല. കാരണം അവിടെ ഏകദേശം പൊതുവിലുള്ള സംസാരം LDFൻ്റെ സ്വതന്ത്രനായിട്ടാണ് സിദ്ദീഖ് നിൽക്കുന്നതെന്നുള്ളതാണ്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നതിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എൻ്റെ വോട്ട് ഞാൻ ചെയ്തു. പക്ഷെ ഇത് എൻ്റെ വോട്ട് മാത്രം ഉണ്ടാകുക എന്നാണ് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത് റിസൾട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പാർട്ടി എന്തിനാണ് നമ്മൾ നടപടി എടുക്കുന്നത്? പുറത്താക്കിയത് കാരണം 2ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ കൂടെ മത്സരിക്കാൻ വർക്കിങ്ങിന് ഇറങ്ങിയത് കാരണം ഇതാക്കി. കാരണം നമ്മൾ ചോദിച്ചു, ആദ്യം നമ്മൾ കാരണങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളെ വാട്സാപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു. അത് പിന്നെ നേരിട്ട് ചോദിച്ചപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരമല്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്രകാരം വേറെ വഴിയുണ്ട്. ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടാണ് നടപടി അല്ല, ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നടപടി ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിക്ക്. താങ്കൾക്ക് നടപടി ഉണ്ടായതിനു ശേഷമാണോ ജനകീയ മുന്നണിക്ക് വർക്കിന് ഇറങ്ങിയത്? അങ്ങനെ തന്നെയാണ്. ആ നടപടി ഉണ്ടാകാൻ എന്താ കാരണം പറഞ്ഞത്? ഈ സ്ഥാനാർത്ഥിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥിനെയാണ് അവിടെ പിന്തുണക്കണമെന്നുള്ളത് അറിഞ്ഞാൽ ചോദിച്ചപ്പോൾ ഇതാക്കി. കാരണം ഇത് ബ്രാഞ്ചിൽ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ സ്ഥാനാർത്ഥിയാണ് അവിടെ എന്നുള്ള ബ്രാഞ്ചിൽ ഒരാൾക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അയാളുടെ നമ്പറും കാര്യങ്ങളും ഇപ്പോഴും അവിടുത്തെ മെമ്പർമാരോട് പോയിട്ട് ആളുടെ പേര് ചോദിച്ചാൽ അറിയില്ല. ബ്രാഞ്ചിൽ നിന്ന് ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീരുമാനം എടുത്തിട്ട് LC സെക്രട്ടറി പേരെഴുതി കൊണ്ടുപോയി. പക്ഷെ പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരും വേറൊരു മെമ്പറുടെ പേരും എഴുതിക്കൊണ്ടാണ് പോയത്. പക്ഷെ വന്നത് നേരെ തിരിച്ചാണ്. 2ാം വാർഡിലും അതന്നെ സ്ഥിതി, അവിടുന്നും കൊടുത്ത പേരല്ല വന്നിട്ടുള്ളത്. അതോടൊക്കെ തന്നെ ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാൻ കഴിയില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതും വേണം പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പിലാണ് ഇപ്പൊ എല്ലാതും വാട്സാപ്പില് അതല്ല, ഈ എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യണമെന്ന് വല്ല സന്ദേശം? ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് LC സെക്രട്ടറിയുടെ വാർഡിലാണ് 2 സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ അവിടെ CPM-ന് കൊടുക്കും. ഇവിടെ CPM-ന് കാലങ്ങളായിട്ടുള്ളതാണ്. എത്ര ഇത് മത്സരിച്ച് കഴിഞ്ഞാൽ 120 വോട്ട് LDF-നുണ്ട് 1ാം വാർഡിൽ. ആ 120 വോട്ട് ഇവിടെ സിദ്ദീഖിന് കൊടുക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 179 വോട്ട് കിട്ടിയിട്ടുണ്ട് സുനീറ ടീച്ചർക്ക്. ആ 179 വോട്ടാണ് ഇപ്പോൾ സിദ്ദീഖിനും കിട്ടിയിട്ടുള്ളത്. കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ടുള്ളത് ഒരു 4-5 വോട്ട് ഉണ്ടാവും. അതിപ്പോൾ പുതിയത് വോട്ട് വന്ന് കയറിയതുണ്ടാവും, അല്ലാത്തതുണ്ടാവും.